പ്രിയങ്ക ഗാന്ധിയുടെ കടന്നുവരലിലൂടെ കോൺഗ്രസ് അടിമുടി മാറിയിരിക്കുകയാണ്. വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തർപ്രദേശിൽ അതിൻ്റെ പ്രതിഫലനവും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയങ്കയുടെ പ്രചരണത്തിലുടനീളം കോൺഗ്രസിലേക്ക് പ്രവർത്തകർ കടന്നു വരുന്നതിൻ്റെ വലിയ കാഴ്ചകളാണ് ഉത്തർപ്രദേശ് സമ്മാനിച്ചുകൊണ്ടുള്ളത്. എന്നാൽ പോലും കോൺഗ്രസിന്റെ ബ്രഹ്മാസ്ത്രം പ്രിയങ്ക ഗാന്ധിയല്ല എന്നാണ് ചിലരുടെ അഭിപ്രായം. മറിച്ച് പഞ്ചാബ് മന്ത്രിയും മുൻ ക്രിക്കറ്റ് താരവുമായ നവജോത് സിംഗ് സിദ്ധുവാണ് ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലെ താരമെന്നാണ് പലരും വിശേഷിപ്പിക്കുന്നുള്ളത്. അതിനായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ സിദ്ധുവിന് വേണ്ടി വിളിക്കുന്നതായും സിദ്ധുവിനെ ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി നൽകണമെന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തോട് വരെ അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. അതായത് നവജോത് സിംഗ് സിദ്ധുവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗ രീതിയാണ്. ആ പ്രസംഗ രീതി ഒരു തമാശ രൂപത്തിൽ കൊണ്ടുവന്ന് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് പൊതുജനങ്ങളെ കയ്യിലെടുക്കുന്ന ഒരു വലിയ ഒരു പ്രാസംഗികൻ തന്നെയാണ് സിദ്ധുവിനെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചിലയിടങ്ങളിൽ സിദ്ധു ഒരു പ്രസംഗം നടത്തിയിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. മോദിക്കെതിരെ നടത്തിയ ഒരു പ്രസംഗമാണ്. അതിലൂടെ സിദ്ധു വലിയ ഒരു ട്രെൻഡിങ് ലിസ്റ്റിലേക്ക് കടന്നു വരികയും പ്രിയങ്കയോളം എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുകയുമായിരുന്നു. പ്രിയങ്കയെ ആവശ്യമുണ്ട്, രാഹുലിനോടൊപ്പം പ്രിയങ്കയും ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞത് കോൺഗ്രസിന്റെ പ്രവർത്തകർ തന്നെയാണ്. ഒടുവിൽ പ്രിയങ്ക കടന്നു വന്നു. എന്നാൽ ഇപ്പോൾ പറയുന്നു ഞങ്ങൾക്ക് നവജോത് സിംഗ് സിദ്ധുവിനെ പ്രചരണത്തിന് ആവശ്യമുണ്ടെന്ന്. പല മേഖലകളിൽ നിന്ന് വിളിക്കുകയാണ്. അതായത് പശ്ചിമ ബംഗാളിൽ നിന്നും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നും നവജോത് സിംഗ് സിദ്ധുവിനെ ഞങ്ങളുടെ പ്രചരണത്തിന് വേണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതോടൊപ്പം സിദ്ധുവിനോടൊപ്പം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന മറ്റു രണ്ട് നേതാക്കന്മാരെന്ന് പറയുന്നത് ഒന്ന് ജ്യോതിരാദിത്യ സിന്ധ്യയും മറ്റൊന്ന് സച്ചിൻ പൈലറ്റുമാണ്. ഇവരെയും പ്രചരണത്തിന് പല മേഖലകളിൽ നിന്നും ക്ഷണിക്കുന്നുണ്ടെങ്കിൽ പോലും ഹൈലൈറ്റ് ചെയ്യുന്നത് പ്രിയങ്ക ഗാന്ധിയെയും നവജോത് സിംഗ് സിദ്ധുവിനെയാണ്. സിദ്ധു വരുന്നതിലൂടെ ചില മാറ്റങ്ങൾ ചില മേഖലയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അഭിപ്രായങ്ങൾ. അതായത് സിദ്ധു കാര്യങ്ങൾ പറയുന്നത് സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ സാധാരണക്കാരന്റെ ഭാഷയിലൂടെ കാര്യങ്ങൾ പറയുമ്പോൾ ആ കാര്യങ്ങളുടെ വ്യക്തത കേൾക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ മനസ്സിലാകുന്നു എന്നുള്ളതാണ് സിദ്ധുവിന്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. ആ പ്രസംഗങ്ങൾ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ അദ്ദേഹം പോയ മേഖലയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ അവകാശവാദം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇമ്രാൻഖാനുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഒരു പട്ടാളക്കാരന്റെ അഭിനന്ദന്റെ മോചിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വലിയ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിച്ച വിവരങ്ങളൊക്കെ. ഇതൊക്കെ ഒരു പുതിയ ട്രെൻഡ് സിദ്ധുവിന് വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കേരളം പോലും സിദ്ധുവിനെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.